ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടോസ് അക്കാഡമി. അപ്പോൾ എല്ലാവരും സുഖമായി ഇരിക്കുന്നോ? വരാൻ പോകുന്ന കേട്ടറ്റ് എക്സാംസിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെ തകൃതിയായി നടക്കുന്ന സമയമാണ്. ബിക്കോസ് നമുക്കിനി എക്സാം ഡേറ്റിന് അധിക ദിവസങ്ങളില്ല. സോ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകൾ കവർ ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ടോസ് അക്കാഡമി എത്തിയിട്ടുള്ളത് കേട്ടറ്റ് കാറ്റഗറി 3 സോഷ്യൽ സയൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PYQs അതും ടോപ്പിക് വൈസ് ഡിസ്കസ് ചെയ്യുന്ന ഒരു സെഷനുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ ആദ്യാവസാനം വരെ കാണുക. അപ്പോൾ നമ്മുടെ സിലബസ് പരിശോധിക്കുകയാണെങ്കിൽ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹിസ്റ്ററിയിലാണ്. ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കേരള ഹിസ്റ്ററി എന്നിങ്ങനെ 3 പാർട്ടായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. വേൾഡ് ഹിസ്റ്ററിയിൽ അധികം ആരും ശ്രദ്ധിക്കാത്തതും എന്നാൽ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് മിഡീവൽ വേൾഡ് എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തിൽ ലോകത്ത് ഒരുപാട് തരത്തിലുള്ള പരിവർത്തനങ്ങൾ ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് പതിവായിട്ട് വരാറുണ്ട്. എന്നാൽ എല്ലാവരും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഫ്രഞ്ച് റവല്യൂഷനും അതേപോലെ തന്നെ വേൾഡ് വാറിനും ഒക്കെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു പോയിന്റ് കൂടി പഠിച്ചു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മിഡീവൽ വേൾഡിൽ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണ് മിഡീവൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. മധ്യകാലഘട്ടത്തിലെ ലോകത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ദ എക്സ്പാൻഷൻ ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റീസ് ആൻഡ് ഗ്രീക്കോ-റോമൻ നോളജ് ആൻഡ് ഇസ്ലാമിക് നോളജ് were the features of medieval age. And the major subject taught in the medieval school were grammar, Latin, astronomy, literature, philosophy, mathematics and laws of nature. അപ്പോൾ ഈ ഒരു മിഡീവൽ കാലഘട്ടത്തിൽ ലോകത്താകമാനം ബേസിക് എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കുകയും അതേപോലെ തന്നെ നിരവധി യൂണിവേഴ്സിറ്റികൾ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഗ്രീക്കോ റോമൻ അതേപോലെ തന്നെ ഇസ്ലാമിക് നോളജും ഒക്കെ തന്നെ ഈ ഒരു മിഡീവൽ ഏജിന്റെ പ്രധാനമായിട്ടുള്ള സവിശേഷതകളാണ്. ഇനി ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും പഠിപ്പിച്ചിരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമർ, ലാറ്റിൻ, ആസ്ട്രോണമി, ലിറ്ററേച്ചർ, ഫിലോസഫി, മാത്തമാറ്റിക്സ് അതേപോലെ ലോസ് ഓഫ് നേച്ചർ തുടങ്ങിയിട്ടുള്ളവയാണ്. അപ്പോൾ ഈ മിഡീവൽ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ചാലോ? സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബോൾഗോണ യൂണിവേഴ്സിറ്റി ആണ്. ഇറ്റലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാരീസ് ഫ്രാൻസ് അതേപോലെ ഇംഗ്ലണ്ടിലുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് ഓക്സ്ഫോർഡ് ആൻഡ് കാംബ്രിഡ്ജ്. ഇതിൽ ഓക്സ്ഫോർഡും കാംബ്രിഡ്ജും നമുക്ക് വളരെ പരിചിതമാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് തുർക്കിയാണ്. ആൻഡ് ഫ്രാൻസ് എന്ന് പറയുമ്പോൾ പാരീസും അതേപോലെ തന്നെ ഇറ്റലി എന്ന് പറയുമ്പോൾ ബൊലോഗ്നയും ഓർത്തിരിക്കുക. ഇറ്റലിയിലെ പ്രസിദ്ധമായിട്ടുള്ള മിഡീവൽ കാലഘട്ടത്തെ യൂണിവേഴ്സിറ്റികളാണ് പാവിയ ആൻഡ് പദുവ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. അപ്പോൾ ബൊലോഗ്ന കൂടാതെ ഇറ്റലിയിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളാണ് പാവിയ ആൻഡ് പദുവ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. ആൻഡ് സ്പെയിനിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ് പർമ ആൻഡ് കോർഡോവ എന്ന് പറയുന്നത്. ആൻഡ് ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ് പാരീസ് ആൻഡ് തുലോസ് തുടങ്ങിയിട്ടുള്ളവ. ഇംഗ്ലണ്ടിൽ നമുക്ക് ഏവർക്കും പരിചിതമായിട്ടുള്ള ഓക്സ്ഫോർഡ് ആൻഡ് കാംബ്രിഡ്ജ്. അപ്പോൾ മോസ്റ്റ് റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ കോർഡോവ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. കോർഡോവ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്, അതേപോലെ കോർഡോവ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ആരാണ് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പതിവായിട്ട് കാണാൻ സാധിക്കും. കേട്ടറ്റ് കാറ്റഗറി 2-നും ഇതേ ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ കഴിഞ്ഞ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് കോർഡോവ യൂണിവേഴ്സിറ്റി ആരാണ് സ്ഥാപിച്ചെന്നുള്ളത്. അപ്പോൾ കോർഡോവ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് സ്പെയിനിലാണെങ്കിലും സ്ഥാപിച്ചത് അറബികളാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ വന്നിട്ട് അറബ്സ് ആണ് കേട്ടോ. അപ്പോൾ കോർഡോവ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ലൈബ്രറി എന്ന് പറയുന്നത്. അതും ആ ലൈബ്രറിയിൽ thousands of manuscriptsകളാണ് ഉൾപ്പെടുന്നത്. സോ this university provide the facilities for learning languages such as Greek, Syriac, Persian and Sanskrit. Arabic version of books
originally written in this language was available in the library of the universities. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി പ്രധാനമായിട്ടും ലാംഗ്വേജസ് പഠിക്കുന്നതിന് ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഗ്രീക്ക്, സിറിയക്, പേർഷ്യൻ, സാൻസ്ക്രിറ്റ് തുടങ്ങിയിട്ടുള്ളവയാണ്. അതേപോലെ തന്നെ ഈ ലാംഗ്വേജസിൽ അറബിക് വേർഷൻ ബുക്കുകൾ ഒറിജിനലി എഴുതപ്പെട്ടിട്ടുള്ളതും ഈ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. തുടങ്ങിയിട്ടുള്ളവയാണ് കോർഡോവ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മഹാജനപദങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ജനപദങ്ങൾ എന്നും ഗ്രീസിൽ ഇവയെ നഗരരാഷ്ട്രങ്ങൾ എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ പുരാതന ഇന്ത്യയിൽ 16 മഹാജനപദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മഹാജനപദങ്ങളിലെ അധികാരം എന്ന് പറയുന്നത് രാജവാഴ്ചയും ചിലയിടങ്ങളിൽ ഗണസംഘങ്ങളുടെ ഭരണവുമായിരുന്നു നിലനിന്നിരുന്നത്. അപ്പോൾ ഈ 16 മഹാജനപദങ്ങളിൽ ഒന്നാണ് മഗധ എന്ന് പറയുന്നത്. മഗധ സാമ്രാജ്യത്തിൽ അല്ലെങ്കിൽ മഗധ ഭരിച്ചിട്ടുള്ള പ്രധാനമായിട്ടുള്ള 7 രാജവംശങ്ങൾ എന്ന് പറയുന്നത് ബൃഹദ്രഥ രാജവംശം, പ്രത്യോത രാജവംശം, ഹര്യങ്ക രാജവംശം, ശിശുനാഗ് രാജവംശം, നന്ദ രാജവംശം, മൗര്യ, അതേപോലെ തന്നെ ശുംഗ തുടങ്ങിയിട്ടുള്ളവരാണ്. അപ്പോൾ ഇതിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മഗധ റൂളർ ആയിട്ടുള്ള ബിംബിസാര ഏത് ഡൈനസ്റ്റിയിലാണ് അല്ലെങ്കിൽ ഏത് രാജവംശത്തിലാണ് ഉൾപ്പെടുന്നത്? ഹര്യങ്ക രാജവംശത്തിൽ അല്ലെങ്കിൽ ഹൈരങ്ക ഡൈനസ്റ്റിയിൽ ഉൾപ്പെടുന്നവരാണ് ബിംബിസാര ആൻഡ് അജതശാസ്ത്രു തുടങ്ങിയിട്ടുള്ളവർ. ആൻഡ് ശിശുനാഗ ഡൈനസ്റ്റിയിൽ ഉൾപ്പെടുന്നവരാണ് ശിശുനാഗനും അതേപോലെ തന്നെ കാലാശോകനും ഒക്കെ തന്നെ. ആൻഡ് നന്ദ ഡൈനസ്റ്റിയിൽ ഉൾപ്പെടുന്നവരാണ് മഹാപത്മനാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ മഗധ റൂളർ ആയിട്ടുള്ള ബിംബിസാര എന്ന് പറയുന്നത് ഹര്യങ്ക ഡൈനസ്റ്റിയിലാണ് ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഹൈരങ്കി ഡൈനസ്റ്റിയിലെ രാജാവാണ് ആരാണ്? നമ്മുടെ മഗധ റൂളർ ആയിട്ടുള്ള ബിംബിസാര എന്ന് പറയുന്നത്. ജോഗ്രഫിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മാപ്പ്. ക്വസ്റ്റ്യൻ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നും കാണാൻ സാധിക്കും. അപ്പോൾ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും പലരും ഇതിനെ അത്രത്തോളം പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്നില്ല അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. ഒരു പ്രോബ്ലം ആയതുകൊണ്ടായിരിക്കാം മേ ബി. സോ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓൺ എ മാപ്പ് A and B are 2 centimeters apart. If the map has an representative fraction 1:25,000, the actual ground distance. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആക്ച്വൽ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് മാപ്പ് ഡിസ്റ്റൻസും പിന്നെ ഒന്ന് സ്കെയിൽ ഡിനോമിനേറ്ററും. ഓക്കെ, അപ്പോൾ ഇവിടെ മാപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട് 2 സെന്റിമീറ്റർ ആണ്. ആൻഡ് സ്കെയിൽ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 25,000 ആണ്. ഓക്കെ, 1:25,000 എന്ന് പറയുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത് 25,000 ആണ്. സോ നമുക്ക് ഗ്രൗണ്ട് ഡിസ്റ്റൻസ് വളരെ ഈസി ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 2 സെന്റിമീറ്ററിനെ 25,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50,000 സെന്റിമീറ്റർ കിട്ടും. പക്ഷേ ഇവിടെ ഈ സെന്റിമീറ്റേഴ്സിനെ നമ്മൾ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് പറയുന്നത്. ആൻഡ് 1000 മീറ്ററും കൂടി ചേരുമ്പോഴാണ് 1 കിലോമീറ്റർ ആകുന്നത്. ദാറ്റ് മീൻസ് 100 × 1000 1,00,000 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി, 1 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 1,00,000 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 50,000 സെന്റിമീറ്ററിനെ കിലോമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 1,00,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 50,000 / 1,00,000 എന്ന് പറയുമ്പോൾ 0.5 കിലോമീറ്റർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു പോയിന്റും സ്കോർ ചെയ്യാൻ സാധിക്കും കേട്ടോ. ഏറ്റവും പ്രധാനമായിട്ടും ജോഗ്രഫിയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഏരിയ ആണ് ലെയേഴ്സ് ഓഫ് എർത്ത് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ വിവിധ തരത്തിലുള്ള പാളികൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ആൻഡ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ ഇത്രയുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഓരോ അന്തരീക്ഷ പാളിയിലും, അതായത് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ അവിടെയാണ് എല്ലാ ക്ലൈമറ്റ്, അതായത് വെതർ ചേഞ്ചസ് എല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. ആൻഡ് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ എയർക്രാഫ്റ്റ് പോകുന്നതും
സ്ട്രാറ്റോസ്ഫിയറിലാണ്. ആൻഡ് മീസോസ്ഫിയറിലാണ് നമ്മുടെ മിറ്റിയോസ് ഒക്കെ തന്നെ പോകുന്നത്. ആൻഡ് അടുത്ത തെർമോസ്ഫിയറിലാണ് സാറ്റലൈറ്റ് അതേപോലെ തന്നെ ഔറോറ ഒക്കെ തന്നെ സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് എക്സോസ്ഫിയറിലാണ് പ്രധാനമായിട്ടും എന്താണ് നമ്മുടെ സ്പേസ് ഷിപ്പുകളൊക്കെ പോകുന്നത്. ഓക്കെ, സോ അറ്റ്മോസ്ഫിയർ സ്ട്രക്ചറിനെ 5 ലെയേഴ്സ് ആയിട്ടാണ്, അതായത് ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് കൂടി ഓർത്തിരിക്കുക. അറ്റ്മോസ്ഫിയറിന്റെ പ്രധാനമായിട്ടും 5 ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് താപനിലയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഏറ്റവും ലോവർ മോസ്റ്റ് ആയിട്ടുള്ള ലെയർ ആണ് ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ആവറേജ് ഹൈറ്റ് വന്നിട്ട് 13 കിലോമീറ്റർ ആണ് കേട്ടോ. അതേപോലെ തന്നെ എല്ലാ ക്ലൈമറ്റ് ചേഞ്ചസും വെതർ ചേഞ്ചസും ഒക്കെ തന്നെ സംഭവിക്കുന്നത് ഈ ഒരു അന്തരീക്ഷ പാളിയിലാണ്. ആൻഡ് ടെമ്പറേച്ചർ ഡിക്രീസ് വിത്ത് ഇൻക്രീസിംഗ് ഹൈറ്റ് at the rate of 1 degree Celsius for every 165 meter. സോ അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ഏകദേശം 50 കിലോമീറ്റർ പൊക്കത്തിലാണ്, അതായത് ട്രോപ്പോപോസിൽ നിന്നും ഏകദേശം 50 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ട്രാറ്റോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ട്രോപ്പോപോസ് എന്ന് നോക്കാം. സ്ട്രാറ്റോസ്ഫിയറിനെയും ട്രോപ്പോസ്ഫിയറിനെയും വേർതിരിക്കുന്ന ഒന്നാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓസോൺ ലെയർ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓസോൺ ലെയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം UV റേഡിയേഷനൊക്കെ തന്നെ അബ്സോർബ് ചെയ്യുന്ന ഒന്നാണ് ഓസോൺ ലെയർ എന്ന് പറയുന്നത്. അടുത്തത് മീസോസ്ഫിയർ ആണ്. മീസോസ്ഫിയർ എന്ന് പറയുമ്പോൾ സ്ട്രാറ്റോസ്ഫിയറിനേക്കാളും 80 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ദ ടെമ്പറേച്ചർ അഗെയിൻ ഡിക്രീസ് റീച്ചിങ് അപ് ടു 100 ഡിഗ്രി സെൽഷ്യസ്. അടുത്തത് അയണോസ്ഫിയർ ആണ്. അയണോസ്ഫിയർ എന്ന് പറയുമ്പോൾ ഏകദേശം 80-400 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് കണ്ടെയ്ൻ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് കോൾഡ് അയൺസ്. ആൻഡ് റേഡിയോ വേവ്സ് ട്രാൻസ്മിറ്റഡ് ഫ്രം എർത്ത് ആർ റിഫ്ലക്റ്റഡ് ബാക്ക് ബൈ ദിസ് ലെയർ. ആൻഡ് ലാസ്റ്റ് വന്നിട്ട് എക്സോസ്ഫിയർ ആണ്. എക്സോസ്ഫിയർ എന്ന് പറയുന്നത് അപ്പർ മോസ്റ്റ് ലെയർ ആണ്. ആൻഡ് ദാറ്റ് ഗ്രാജുവലി മെർജ് വിത്ത് ഔട്ടർ സ്പേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ചൂസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ലെയേഴ്സ് ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഫ്രം ദ സർഫസ് ഓഫ് എർത്ത്. അപ്പോൾ നോ ഡൗട്ട് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ട്രോപ്പോസ്ഫിയർ, അത് കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയർ സ്ഥിതി ചെയ്യുന്നു, അതിനുശേഷം മീസോസ്ഫിയറും അറ്റ് ലാസ്റ്റ് അയണോസ്ഫിയറുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ സാധിക്കും എന്ന് കരുതുന്നു. എക്കണോമിക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനകത്ത് അക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്, ഇഷ്യൂയിങ് കറൻസി, അതുപോലെ തന്നെ ആക്ടിംഗ് ആസ് ഗവൺമെന്റ് ബാങ്ക്, ഫങ്ഷൻസ് ആസ് എ ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് തുടങ്ങിയിട്ടുള്ള ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ. കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് ഏതാണെന്നുള്ളതിനകത്ത് ബാക്കി തന്നിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ, അതായത് കറൻസി ഇഷ്യൂ ചെയ്യുന്നതും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ബാങ്കായിട്ട് പ്രവർത്തിക്കുന്നതും ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ടും, ഇതെല്ലാം തന്നെ നമ്മുടെ RBIയുടെ ഫങ്ഷനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ RBIയുടെ ഫങ്ഷൻസ് ആണ് ബാക്കി ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ ചില കേസിൽ, അപ്പോൾ ചില തവണയൊക്കെ എക്സാമിന് വരാറുള്ളത് തന്നിട്ടുള്ളതിൽ RBIയുടെ ഫങ്ഷൻ ഏതാണ് അല്ലെങ്കിൽ RBIയുടെ ഫങ്ഷൻ അല്ലാത്തത് ഏത് എന്നുള്ള രീതിയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഫങ്ഷൻസിനെ പ്രൈമറി ഫങ്ഷൻ എന്നും സെക്കൻഡറി ഫങ്ഷൻ എന്നും തരംതിരിച്ചിട്ടുണ്ട്. അതായത് പ്രാഥമികമായിട്ടും കൊമേഴ്സ്യൽ ബാങ്ക് നിർവഹിക്കുന്ന ധർമ്മങ്ങളും അതേപോലെ തന്നെ അതിനുശേഷം അല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ട് നിർവഹിക്കുന്ന ധർമ്മങ്ങളുമാണ് തന്നിട്ടുള്ളത്. അതിൽ പ്രൈമറി ഫങ്ഷനകത്ത് ഉൾപ്പെടുന്നവയാണ് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, ലോൺസ് കൊടുക്കുന്നത്, ക്യാഷ് ക്രെഡിറ്റ് തുടങ്ങിയിട്ടുള്ളവ. ആൻഡ് സെക്കൻഡറി ഫങ്ഷനകത്താണ് ഡിസ്കൗണ്ടിങ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഓവർ ഡ്രാഫ്റ്റ്, അതേപോലെ ലോക്കർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുന്നതിനും ഇന്റർമീഡിയറി ആയിട്ട് നിൽക്കുക, ഇതെല്ലാം തന്നെ സെക്കൻഡറി ഫങ്ഷൻ ആണ്. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഫങ്ഷൻ എന്ന് പറയുന്നത് ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക, ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളവയാണ്.
എക്കണോമിക്സിലെ മറ്റൊരു പ്രധാന ഏരിയ ആണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റ് റവന്യൂ, ബഡ്ജറ്റ് തുടങ്ങിയിട്ടുള്ളവ. ബഡ്ജറ്റിൽ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് റവന്യൂവിന് ഈക്വൽ ആയിട്ട് വരും. ഇതിനെ അറിയപ്പെടുന്നത് ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ബഡ്ജറ്റിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് നോക്കാം. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് റവന്യൂവിന് തുല്യമായിട്ട് വരുന്നതാണ്. ഇനി സർപ്ലസ് ബഡ്ജറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിനേക്കാളും കൂടുതലാണ് റവന്യൂ എങ്കിൽ അത് സർപ്ലസ് ബഡ്ജറ്റും, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടുതലും റവന്യൂ കുറവുമാണെങ്കിൽ അത് ഡെഫിസിറ്റ് ബഡ്ജറ്റും. ആൻഡ് അടുത്തതാണ് ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഗവൺമെന്റ് ഡീൽ ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ റെസിപ്റ്റ് ആൻഡ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറുകളാണ് ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സാമിന് കാണാൻ സാധിക്കാവുന്നതാണ്. കാരണം പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തുകൊണ്ടാണ്. ആർട്ടിക്കിൾസിന് പുറമെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചിട്ട്. അപ്പോൾ ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ആൻഡ് അടുത്തത് രാജേന്ദ്ര പ്രസാദ് ആണ്. അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ പ്രസിഡന്റ് ആയിരുന്നു. ആൻഡ് ദ ബോഡി റെസ്പോൺസിബിൾ ഫോർ ഡ്രാഫ്റ്റിംഗ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ആൻഡ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി വാസ് ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആൻഡ് ദ ചെയർമാൻ ഓഫ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ആൻഡ് യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. അടുത്ത അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പർ ആണ്, പക്ഷെ അദ്ദേഹം ചെയർമാൻ അല്ല. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 7 മെമ്പേഴ്സ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. 1947 ഓഗസ്റ്റ് 29 ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുള്ളത്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്, നമുക്കറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇനി ബാക്കിയുള്ള മെമ്പേഴ്സിനെ നമുക്ക് നോക്കാം. അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ, N. ഗോപാലസ്വാമി, BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, BL മിച്ചർ ആൻഡ് DP ഖൈതൻ തുടങ്ങിയിട്ടുള്ളവരാണ് നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു പ്രധാനമായിട്ടുള്ള ഏരിയ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ കൂടാതെ പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ചിട്ടുള്ളത്. സോ വിച്ച് പാർട്ടി ഗവൺമെന്റ് അനൗൺസ് ദ ഫോർമേഷൻ ഓഫ് സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഇൻ 1978. അപ്പോൾ 1978 സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസസ് കമ്മീഷന്റെ ഫോർമേഷന് വേണ്ടിയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഏത് പാർട്ടി ഗവൺമെന്റ് എന്നാണ് എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ജനതാ പാർട്ടിയാണ്. സോ ജനതാ പാർട്ടി ഗവൺമെന്റ് ആണ് 1978 സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ ഫോർമേഷനെ കുറിച്ചിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഈ കമ്മീഷനെ പൊതുവെ അറിയപ്പെടുന്നത് മണ്ഡൽ കമ്മീഷൻ എന്നാണ്. BP മണ്ഡൽ ചെയർമാൻ ആയതിനു ശേഷമാണ് ഈ കമ്മീഷനെ മണ്ഡൽ കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. സോ അത് നിങ്ങൾ നോട്ട് ചെയ്ത് പോണേ. BP മണ്ഡൽ ചെയർമാൻ ആകുന്നതിന് മുമ്പ് ഈ ഒരു കമ്മീഷന്റെ പേരെന്ന് പറയുന്നത് സെക്കൻഡ് ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ എന്നാണ്. ദെൻ ഈ ഒരു കമ്മീഷന്റെ പ്രധാനമായിട്ടുള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ സോഷ്യലി എഡ്യൂക്കേഷണലി പിന്നോട്ട് നിൽക്കുന്ന വിഭാഗങ്ങളെ കണ്ടെത്തുക, അവരുടെ പുരോഗതിക്കായിട്ട് വേണ്ടിയിട്ടുള്ള മെഷേഴ്സുകൾ റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പ്രധാനമായിട്ടും ഗവൺമെന്റ് ജോബ് അതേപോലെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ തന്നെ ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഈ ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ തന്നെ 1980 സബ്മിറ്റ് ചെയ്തത്. ആൻഡ് ലെഡ് ടു എ സിഗ്നിഫിക്കൻറ്റ് ആൻഡ് ഓഫ്റ്റൻ ഡിബേറ്റ് പോളിസി ഫോർ റിസർവേഷൻ ഓഫ് അതർ ബാക്ക്വേർഡ് ക്ലാസസ് അഥവാ OBCs. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു സെഷനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ എല്ലാ മൊഡ്യൂൾസിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരേണ്ട അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഈ പോർഷൻസ് എല്ലാം തന്നെ നിങ്ങൾ റിവിഷനകത്ത് ഉൾപ്പെടുത്തുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.